Hi children, we are dealing with the 4-digit numbers, the numbers up to 9999. This is an easy lesson and I think all of you can do the problems with me. അല്ലേ ശരിയല്ലേ? വളരെ എളുപ്പമല്ലേ? മാം പഠിപ്പിച്ചു തരുന്ന മനസ്സിലാവുന്നില്ലേ? എന്റെ ഒപ്പം തന്നെ ടെക്സ്റ്റിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ നോട്ട് വളരെ നന്നായിട്ട് വെക്കുന്നുണ്ട്, എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ പേരൻസിന് ഒരു വലിയ ബിഗ് താങ്ക്സ് ഫോർ ഓൾ ഓഫ് ദി പേരൻസ്. അതുപോലെ കുട്ടികൾക്കും ഉണ്ട്. പിന്നെ എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാൻ പറ്റും പേരൻസ് എല്ലാം വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളുടെ നോട്ട്സ് അതാത് ദിവസം തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ 3-4 പേരുടെ മാത്രമേ കിട്ടാതെയുള്ളൂ. അവര് 3-4 പേര് എന്നോട് റീസൺ പറഞ്ഞിട്ടുണ്ട് എന്താന്ന്. ഓക്കെ, അപ്പം പുതിയ കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? എല്ലാവരും ദിവസവും ക്ലാസ് കാണുന്നില്ലേ? ഓക്കെ, then today we are dealing with the exercises from the textbook. Okay, all of you take page 83, question K. Count look here, count in hundreds to write the next 5 numbers. Count in hundreds, അതായത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ 100 ആഡ് ചെയ്ത് 5 numbers you have to write. First one 3120. For this you have to write the place value 1000, 100, tens, ones. 3120. You have to count 100 to this number. When adding 100, what will we get? Look at the number. 0 plus 0, 0. 2 plus 0, 2. 1 plus 1, 2. 3. Look here, we are adding 100. This is the ones place, this is the tens place, and this is the hundreds place, this is thousandth place. As we are adding 100 to the number, look at the number. This is 3120. When 100 is added, the number become 3220. Look, ഇത് കണ്ടോ, 100ന്റെ പ്ലേസിലാണ് നമ്മൾ 100 മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്പർ എന്ത് വന്നു? 3220. ലുക്ക് അറ്റ് ദ 100th പ്ലേസ്. ബാക്കി നമ്പേഴ്സ് എല്ലാം സെയിം, ബാക്കി പ്ലേസ് എല്ലാം സെയിം തന്നെയാണ്. 0, 2, 3. വൺസിന്റെ പ്ലേസ് there is no change in the ones place, no change in the tens place, and no change in the thousandth place. Then what will be the next number? Here 1, 2, then ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്പർ 100 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? 0 plus 0, 0. ഈ 2 താഴെ ഇറക്കി എഴുതി. 2 plus 1, 3. 3. Look at the number. 3320. Look at the 100th place. So, ഇനി അടുത്ത നമ്പർ നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. അടുത്ത നമ്പർ എത്രയായിരിക്കും? പറഞ്ഞു, all of you പറ, എന്റെ കൂടെ തന്നെ പറ. 1. Look at the 100th place. 1, 2, 3. Then next 420. മനസ്സിലായല്ലോ? അടുത്ത നമ്പർ you have to write 5 numbers. 1, 2, 3. Then 520. അടുത്തത് 3620. അപ്പൊ മനസ്സിലായല്ലോ? 100 വീതം ആഡ് ചെയ്യുമ്പോൾ 100th പ്ലേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, then look at the second question. $7,098. 7,098.
Look at the number 7098. ഇതിന്റെ കൂടെ നമ്മൾ 100 വീതം ആഡ് ചെയ്ത് 5 നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് 100 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8, 9, 0 plus 1, 1. ഈ 7 താഴോട്ട് ഇറക്കി എഴുതി. കണ്ടോ? Next number is when 100 is added, the number is 7198. Look at this first number 0. Second number 100th place il 1 ആയി. Next number നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ചെയ്യാൻ പറ്റുമല്ലോ. 7298. Third number 398. Fourth number 7498. Next number 7598. Third question. Write down this as homework. 8475. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇതിന്റെ അടുത്ത നമ്പർ ഏതായിരിക്കും? 4 കഴിഞ്ഞ് 5. അപ്പൊ 8575, then 8675, then 8775, 8875, 8975. Okay? മനസ്സിലായില്ലേ? Look at the next question. Question I. Count in thousands to write next 5 numbers. Here 1000 is added. Which is the number? 1490. ഇതിന്റെ കൂടെ 1000 ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏത് പ്ലേസ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? യെസ്, 1000th പ്ലേസ്. ബാക്കിയെല്ലാം റിമെയിൻസ് ദ സെയിം. 0 plus 0, 0, 9, 4 plus 0, 4, 1 plus 1, 2. Look here, first number 1490, second number 2490. Here also 1000. When 1000 is added to this number, what happens? 0 plus 0, 0. 9 plus 0, 9. 4 plus 0, what is the answer? 4. 2 plus 1, yes, 3. So next number is, look at the number. ഇത് കണ്ട പ്രോഗ്രഷൻ കണ്ടോ? ഫസ്റ്റ് നമ്പർ 1490, second number 2490, third number 3490. Look at the number. Is there any change? കണ്ടോ? എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ? Yes, the number in the 1000th place is only changing. ബാക്കി പ്ലേസ് ഒക്കെ അതേപോലെ തന്നെ remains the same. 490 it remains the same. 100th place, 10th place and 1st place remains the same, and only the number in the 1000th place is changing. So what will be the next? What is the next number? 3490. Then നിങ്ങൾക്കറിയാലോ. ദെൻ നെക്സ്റ്റ് നമ്പർ എഴുതിക്കേ, വേഗം നോട്ട് ടെക്സ്റ്റിലേക്ക് എഴുതിക്കേ. യെസ്, 4490. വേഗം എഴുതിക്കേ, എന്റെ കൂടെ തന്നെ വേഗം എഴുതിക്കേ. നെക്സ്റ്റ് നമ്പർ 5490. നെക്സ്റ്റ് നമ്പർ, യെസ്, 6490. Got the answer? Clear? All clear? Yes. Then look at the next question. Question number 2. 3911. Look at the number. You have to add 1000 to this number. Okay,
3911 കൂടെയാണ് ഇനി 1000 ആഡ് ചെയ്ത് പോകുന്നത്. നോക്ക്, 1 plus 0 1, 1 plus 0 1, 9 plus 0 9, 3 plus 1 it is 4. Then next number 1000ന്റെ പ്ലേസിൽ മാത്രം 1 വീതം കൂടി പോകുന്നു. ബാക്കി എല്ലാ സ്ഥലവും കൂടാത്ത എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് 0 ആണ് ബാക്കി എല്ലാ പ്ലേസിലും. അതുകൊണ്ടാണ് മറ്റ് നമ്പറുകൾക്കൊന്നും ചേഞ്ച് വരാത്തത്. അപ്പൊ ഇത് മാത്രം നോക്കിയേ, ഈ നമ്പർ മാത്രം കൂടി 4911. അപ്പൊ നിങ്ങൾക്ക് ബാക്കി നമ്പേഴ്സ് എഴുതാമല്ലോ. വേഗം എഴുതിക്കേ. അടുത്ത നമ്പർ എത്രയായിരിക്കും? 5000. യെസ്, 5911. അടുത്ത നമ്പർ എത്രയാണ്? വേഗം എഴുതിക്കോ. നെക്സ്റ്റ് നമ്പർ is 6000. യെസ്, വെരി ഗുഡ്. 6000. ഓൾ ഓഫ് യു റൈറ്റ് വിത്ത് മീ. ഞാൻ എഴുതുന്നതിന് മുന്നേ വേഗം എഴുതി കംപ്ലീറ്റ് ആക്കിക്കേ. 6911. അടുത്ത നമ്പർ വേഗം എഴുതിക്കേ. മാം എഴുതുന്നതിന് മുൻപ് വേഗം എഴുതിക്കേ. 7000. Yes, 7911. Next number, what will be the next number after 7? Yes, 8000. 8911. Very good. Then next is a homework for you. You have to do yourself. അറിയാലോ, ഇത് തന്നെ ചെയ്യാൻ അറിയാലോ. The number is 2647. You have to add 1000 to this number. Add 1000 to this number. Add 1000 and write 5 numbers each. 1000 വീതം കൂട്ടി 5 numbers വേഗം എഴുതിക്കേ. എഴുതി കഴിഞ്ഞോ? വേഗം എഴുതാൻ പറ്റില്ല, കൂട്ടാതെ തന്നെ വേഗം എഴുതാനുള്ള എളുപ്പം മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നില്ലേ. വേഗം എഴുത്. ഇപ്പൊ ഞാൻ ആൻസർ പറയും, വേഗം എഴുത്. Look, 2000. This is 2647. ഇതിന്റെ കൂടെ we have to add 1000 to this number. When we add 1000, what will you get? ഇപ്പൊ തന്നെ ഇതങ്ങ് ചെയ്തു വയ്ക്കോ. ഹോംവർക്ക് ആണ്, ബട്ട് ഇപ്പൊ തന്നെ കൂടെ അങ്ങ് ചെയ്തു വയ്ക്കോ. പറയാതെ തന്നെ, ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ അറിയാമല്ലോ. ഈ നമ്പർ ഈ പ്ലേസിലെ നമ്പർ മാത്രമാണ് മാറുന്നത്. 1000, the number in the 1000th place is only changing. ബാക്കി എല്ലാ നമ്പേഴ്സും remains the same. So what will be the next number? 3647. Then next number 4647. Next number 5647. അടുത്ത നമ്പർ എത്രയാണ്? 6647. അടുത്ത നമ്പർ 7647. All of you right? So children, do you understand what is the place value? Now everyone understand what is the place value. Place value എല്ലാവർക്കും മനസ്സിലായല്ലോ. Place value ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്ലേസ് വൺസ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ് ടെൻസ് പ്ലേസ്, വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് 1000th പ്ലേസ്. 2346 ആണെങ്കിൽ 6 in the ones place, 4 in the tens place, 3 in the 100th place and 2 in the 1000th place. അപ്പൊ ഇതാണ് ഓരോ ഡിജിറ്റിന്റെയും പ്ലേസ് വാല്യൂ. ഇപ്പൊ 2ന്റെ പ്ലേസ് വാല്യൂ 1000, 3ന്റെ പ്ലേസ് വാല്യൂ 100, 4ന്റെ പ്ലേസ് വാല്യൂ ടെൻസ്, 6ന്റെ പ്ലേസ് വാല്യൂ വൺസ്. ഇതാണ് നമ്മുടെ പ്ലേസ് വാല്യൂ. So today we are going to study the place value of a number. Place value. Place value of a number depends upon its place in the number. Place value of a number is the place of that number.
ഒരു എക്സാമ്പിൾ കാണിക്കാം. ഐ വിൽ ഷോ യു ആൻ എക്സാമ്പിൾ. 2348. Look at the number 8. 8 is 8 ones. ഇത് 1ന്റെ പ്ലേസിലല്ലേ? Ones, tens, hundreds, thousandth. So 8 ones or 8. 4 in 4 tens or 40. ടെൻസിന്റെ പ്ലേസിലായതുകൊണ്ട് 4 tens എന്ന് പറയുന്നത് 10 plus 10 plus 10 plus 10. So it is 40. Then 3 hundreds. 3 hundreds or 300. That means 100 plus 100 plus 100. മനസ്സിലായല്ലോ? Then 2000th place. That is 2000th or 2000. ഇതെങ്ങനെ വരും? 1000 plus 1000. ഇങ്ങനൊന്നും എഴുതണ്ട. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഈ 2000 എങ്ങനെ വന്നെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. 4 tens എന്ന് പറയുന്നത് 40. അതെങ്ങനെ കിട്ടിയേ? 4 into 10 അല്ലെങ്കിൽ 10 plus 10 plus 10 plus 10. 300s means 100 3 times. 2000th എന്ന് പറയുന്നത് 1000 2 times. 1000 plus 1000. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ. Next, we are going to study the face value. For place value, you know what is place value. Place value പഠിച്ചു. Next is face value. Face value. Face value. The face value of a number is the number itself. Face value is the number itself. അതേ നമ്പർ തന്നെയാണ്. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ആ പ്ലേസിന്റെ വാല്യൂ ആണ് പ്ലേസ് വാല്യൂ. ആ നമ്പർ ഏത് പ്ലേസിലാണോ അത് ആ വാല്യൂ ആയിരിക്കും ആ നമ്പർ ആണ്. ഇനി ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെയാണ് ഫേസ് വാല്യൂ. അപ്പം ലുക്ക് അറ്റ് ദ നമ്പർ 2348, the same number. ഇതിന്റെ ഫേസ് വാല്യൂ 8ന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് സെയിം 8 തന്നെ. 4, then face value of 4 is 4. Face value of 3 is 3. Face value of 2 is 2. So you got the difference between place value and face value? Do you got the difference between place value and face value? മനസ്സിലായല്ലോ? റബ് ചെയ്യട്ടെ. Then take next page. Take page number 84. Take page number 84. Check point. എന്റെ കൂടെ തന്നെ ചെയ്തോ. Write the place value of each digit. The place value, you have to write down the place value of each digit. 2ന്റെ ഞാൻ പറഞ്ഞു തന്ന നേരത്തെ, this is in the ones place, and 5 in the tens place, 0 in the 100th place, and 7 in the 1000th place. Then write down the place value of 2. What is the place value of 2? 2 ones or 2 itself. അല്ലേ? Place value of 2 എന്ന് പറയാൻ 2 ones. 2 ones എന്ന് പറഞ്ഞാൽ 1 plus 1, 2. ഇനി place value of 5 tens ആണ്. അപ്പൊ എത്രയായിരിക്കും 5ന്റെ place value? 10 plus 10 plus 10 plus 10 plus 10. എത്രയായിരിക്കും? 50. നെക്സ്റ്റ് 0 ആണ്. 0 hundreds ഇല്ല അവിടെ. 0 ആണ്. So the place value of 0 is 0. Then next is 7. What is the place value of 7? 7 in the 1000th place. അപ്പൊ എത്രയായിരിക്കും? 7000. 1000ന് നമ്മൾ എപ്പോഴും എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്. മനസ്സിലായല്ലോ? Then one more question. 66,500
93. ഇതിന്റെ നിങ്ങൾ തന്നെ ചെയ്തേ. You have to do yourself. 3. The place value of 3 is, yes, 3. 9. What is the place value of 9? 90. Very good. What is the place value of 5? 500 ilana. So 500. Very good. Place value of 6. This is in the thousandth place. So the place value is 6000. Very good. Very good. So all of you please write down this in your textbook and send to me. Okay? നിങ്ങൾ തിരിച്ചയച്ചാൽ മാത്രമേ മാമിന് നിങ്ങളുടെ നേരെ ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും തന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. ഇതിന്റെ ഫോട്ടോ എടുത്ത് തിരിച്ചയക്കുക. ഓക്കെ?